Welcome to Adityan Online Classes. Your future brightens here. Call us today at 9710317080. നമസ്കാരം. അപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്, അതായത് 2026 മാർച്ചിൽ 10ാം ക്ലാസ് ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതൊരു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അടുത്ത വർഷത്തെ, അതായത് 2026-27 CBSE ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ ഉദ്ദേശിച്ചാണ് ഇനിയുള്ള വീഡിയോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോസ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് റിവിഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. റിവിഷൻസിലെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് ബോർഡ് എക്സാമിന് ഏകദേശം വന്നിട്ടുള്ളത്. പക്ഷെ മാത്സ് മാത്രം നമുക്ക് ഈ 2026 ബോർഡ് എക്സാം കുറച്ച് ടഫായിരുന്നു. അപ്പൊ ആ CBSEയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പേപ്പർ കുറച്ച് ടഫാ കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് രണ്ടാമതൊരു റീ എക്സാം എഴുതാം. ഈ വർഷം തൊട്ടുള്ളൊരു സിസ്റ്റമാണ്. രണ്ടാമത് റീ എക്സാം എഴുതി കഴിഞ്ഞാൽ ഇപ്പൊ ആദ്യത്തെ എക്സാമിന് ഒരു 60 മാർക്കാണ് കിട്ടിയെങ്കിൽ രണ്ടാമത്തെ എക്സാം എഴുതിയിട്ട് നമ്മളെ മാർക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 10 മാർക്ക് നമുക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ രണ്ടാമത്തെ എക്സാമിന്, സപ്പോസ് ആദ്യത്തെ എക്സാമിന് 60 മാർക്ക്, രണ്ടാമത്തെ എക്സാമിന് 55 മാർക്ക് കിട്ടിയുള്ളൂ എങ്കിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആദ്യത്തെ ഏത് എക്സാമിനാണോ മാർക്ക് കൂടുതൽ ആ എക്സാമിന്റെ മാർക്കായിരിക്കും CBSE എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ എക്സാം എഴുതിയെന്നും പറഞ്ഞ് അയ്യോ മാർക്ക് കുറഞ്ഞു പോകുമെന്നും പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അറിയാം, രണ്ടാമത്തെ റീ എക്സാം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഏതെങ്കിലും 3 സബ്ജക്റ്റ് എഴുതാൻ പറ്റുള്ളൂ. മൊത്തം നമുക്ക് 6 സബ്ജക്റ്റ് ഉണ്ട് CBSEയിൽ, എയും കൂടെ ചേർത്ത് 6 സബ്ജക്റ്റ് ഉണ്ട്. പക്ഷെ 6 സബ്ജക്റ്റും നമുക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. ഏതെങ്കിലും 3 സബ്ജക്റ്റ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അത് വന്ന് സയൻസ്, മാത്സ്, സോഷ്യൽ ചെയ്യാം, അല്ലെങ്കിൽ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ് ചെയ്യാം, സയൻസ്, മാത്സ്, ഹിന്ദി, ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള 5 സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു 3 എണ്ണം, 5 മെയിൻ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒരു 3 സബ്ജക്റ്റ് നമുക്ക് റീ എക്സാം എഴുതാം. ഓക്കെ, അപ്പൊ അതിൽ ഏതെങ്കിലാണോ ഈ മാർക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ആ മാർക്കായിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ആദ്യം ഒരു എക്സാം എഴുതിയ കുട്ടിക്ക് ഒരു 80-85% മാർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ ശരി, ആ കുട്ടിക്ക് രണ്ടാമത്തെ എക്സാം എഴുതിയിട്ട് വേണമെങ്കിൽ ഒരു 5% മാർക്ക് കൂടുക, അപ്പൊ 90%. അതാണ് അതിന്റെ ബേസിക്. പക്ഷെ നമ്മൾ ആദ്യത്തെ എക്സാമിന്റെ മാർക്കാണ് നമുക്ക് 11th അഡ്മിഷന് കാൽക്കുലേറ്റ് എടുക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് എക്സാം റിസൾട്ട് വരുമ്പോഴേ തന്നെ എല്ലാ സ്കൂളിലും 11th അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എക്സാമിന്റെ മാർക്ക് ബേസ് ചെയ്തിട്ടാണ് 11th അഡ്മിഷൻ ഉള്ളത്. പിന്നെ നമുക്ക് ഫ്യൂച്ചറിലത്തേക്ക് വേണ്ടിയിട്ട് സെക്കൻഡ് എക്സാം എഴുതാം. ആ ഒരു ബെനിഫിറ്റ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ സെക്കൻഡ് എക്സാം എഴുതുമ്പോഴത്തേനും നമ്മൾ ഓരോ എക്സാം ഫീസ് വീണ്ടും നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് എക്സാമിന് നമ്മൾ ഓൾറെഡി ഒരു എക്സാം ഫീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ സെക്കൻഡ് എക്സാം എഴുതുമ്പോഴും നമ്മൾ ഒരു എക്സാം ഫീസ് കൊടുക്കണം. പെർ സബ്ജക്റ്റ് 320 രൂപയാണ് നമ്മൾ ഫീസ് കൊടുക്കേണ്ടത്. ഇപ്പൊ 2 സബ്ജക്റ്റ് ആണെങ്കിൽ 320 + 320 640 രൂപ കൊടുക്കുക. 3 സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലസ് ഒരു 320 + 320 + 320 മൊത്തം ചേർത്താൽ നമുക്ക് 960 രൂപ നമ്മൾ രണ്ടാമത് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പേ ചെയ്യണം. ഓക്കെ, പിന്നെ രണ്ടാമത്തെ എക്സാം കമ്പൽസറി ഒന്നുമല്ല. സപ്പോസ് നമ്മൾ എക്സാം ഫീസൊക്കെ അടച്ചു, എക്സാം എഴുതാൻ പോകാൻ പറ്റിയില്ല, കുഴപ്പമില്ല, സാരമൊന്നുമില്ല. നമ്മൾ പൈസ പോകും, അത് വേറെ വിഷയം. പക്ഷെ നമ്മൾ ഫസ്റ്റ് മാർക്ക് ഓൾറെഡി മാർക്ക് ഉണ്ടല്ലോ, അത് തന്നെ ആയിരിക്കും എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് എക്സാം എഴുതി സാറ്റിസ്ഫൈ അല്ലാത്ത മാർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും റീ എക്സാം എഴുതാനുള്ള ചാൻസ് CBSE തരുന്നുണ്ട്. എല്ലാവരും രണ്ടാമത്തെ എക്സാം എഴുതാം എന്നുള്ള ഉദ്ദേശത്തിൽ ഇരിക്കരുത്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാർക്ക് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും ഒരു മാസം വീണ്ടും പഠിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ 2026-27 ഈ CBSEയുടെ ഇപ്പോഴത്തെ ആ ഒരു ടോപ്പിക്ക്, അതായത് ഇപ്പോഴത്തെ CBSEയുടെ കരിക്കുലം, ഇപ്പോൾ 10th എന്തൊക്കെയാണോ ടോപ്പിക്ക് ഫുള്ള് മാറുകയാണ്. 2027-28 പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം പുതിയ റീഡറും പുതിയ സിലബസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇതാണ് 26-27 എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളാണ് അവസാനത്തെ ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം പഠിച്ച സിലബസ് പഠിക്കുന്ന അവസാനത്തെ ബാച്ചുകളാണ് നിങ്ങൾ. അപ്പൊ ഇനി അടുത്ത വർഷം തൊട്ട് എന്തൊക്കെ സിസ്റ്റംസ് ആണ് CBSE കൊണ്ടുവരുന്നതെന്ന് നമുക്ക് അറിയാൻ പാടില്ല. ഓരോ വർഷവും പുതിയ പുതിയ ടെക്നിക്സും മെത്തേഡുമാണ് CBSE കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ CBSEയിൽ ഫസ്റ്റ് നമുക്ക് 2 ലാംഗ്വേജ് പഠിച്ചാൽ മതിയായിരുന്നു. ഒന്ന് ഇംഗ്ലീഷും ഒന്ന് ഹിന്ദിയും കമ്പൽസറി പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഈ വർഷം തൊട്ട് CBSE പാറ്റേൺ മാറ്റി മിനിമം 3 സബ്ജക്റ്റ് പഠിക്കണം, 3 ലാംഗ്വേജ് പഠിക്കണം. സബ്ജക്റ്റ് അല്ല, 3 ലാംഗ്വേജ് പഠിക്കണം. അതായത് ഇംഗ്ലീഷ്, ഹിന്ദി, പിന്നെ ഏതെങ്കിലും ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് പഠിക്കാം. ഓക്കെ, പിന്നെ വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് നമുക്ക് വേണമെങ്കിൽ എടുത്ത് പഠിക്കാം, അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിക്കാം. ഏതെങ്കിലും ഒരു അഡീഷണൽ ലാംഗ്വേജ് കൂടെ നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിക്കണം. പിന്നെ ഇപ്പോഴേ 9ാം ക്ലാസ് വരെയുള്ള റീഡർ ഇപ്പൊ തന്നെ ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ടോപ്പിക്സ് ഒക്കെ കുറച്ച് ടഫാണ്. നമ്മൾ 11th 10th ഒക്കെ പഠിക്കുന്ന ടോപ്പിക്സിനെ എടുത്തിട്ടാണ് ഇപ്പൊ 9ാം ക്ലാസ് എത്തിയിട്ടുള്ളത്.
അപ്പൊ CBSE കുറച്ച് ടഫ്, അതായത് മെയിൻ ആയിട്ട് CBSEയുടെ ഉദ്ദേശം എന്ന് പറയുമ്പോഴത്തേനും കുട്ടികളെ പഠിക്കരുത്, മനസ്സിലാക്കി പഠിച്ചവർ എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് അത് പോയിട്ട് എക്സാമിന് എഴുതുക. അതാണ് CBSEയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ബേസ് ചെയ്തിട്ട് കുറച്ച് കുട്ടികൾക്ക് ഒരു മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസും കുറച്ച് കോമ്പറ്റൻസി ബേസ്ഡ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് CBSE ഇപ്പൊ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ 10ാം ക്ലാസ്സിലെ CBSE എക്സാം, ബോർഡ് എക്സാം ആയാലും ഭയങ്കര ഈസി ആയിരിക്കും ഉദ്ദേശിച്ച് നമ്മൾ പോകണ്ട. കുറച്ചൊരു നമുക്കൊരു 50-50 ചാൻസ്, നല്ല മനസ്സിലാക്കി പഠിച്ച കുട്ടികൾക്ക് മാത്രമേ ഒരു 80-85% മാർക്ക് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഈ വർഷം തൊട്ട് കമ്പ്യൂട്ടർ വാല്യുവേഷൻ കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ മക്കളും സൂക്ഷിച്ച് ശ്രദ്ധിച്ചിരുന്ന് പഠിക്കുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രം എഴുതുക. നമ്മൾ വലിച്ചു വാരി എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല. ക്വസ്റ്റ്യൻ എന്താണോ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ എല്ലാ കുട്ടികൾക്കും 26 അല്ലെങ്കിൽ 27 ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് വിഷസ്. അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഇനി തൊട്ട് തുടങ്ങാൻ പോവുകയാണ്. ഓരോ ദിവസം നമുക്ക് ഓരോ ചാപ്റ്ററിന്റെ പകുതി കണ്ടന്റ് വെച്ച് നോക്കാം. അപ്പൊ ഞാൻ ചാപ്റ്റർ വൈസ് പറയുമ്പോൾ തന്നെ അല്ല ഈ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്, ഈ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയും. അപ്പൊ ആ ടോപ്പിക്കിൽ കുറച്ച് കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുത്ത് പഠിക്കുക. CBSEയുടെ മെയിൻ ടോപ്പിക് ആയിരിക്കും അത്. ബോർഡ് എക്സാമിന് ക്വസ്റ്റ്യൻസ് കൂടുതൽ പറഞ്ഞ ഒരു കണ്ടന്റ് ആയിരിക്കും അതിലൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാ മക്കൾക്കും ബെസ്റ്റ് വിഷസ്. എല്ലാവരും ഒരു 95% എന്നുള്ള ടാർഗറ്റ് വെച്ച് പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്കൊരു 90% എങ്കിലും അടുത്ത് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു. പിന്നെ വേറൊരു കാര്യം, ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്ത് വെക്കുക. മറക്കാതെ എല്ലാവരും കഴിയുന്ന രീതിയിൽ ഒരു ലൈക്ക് ചെയ്യിക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോ. കാരണം നമുക്കറിയാലോ CBSE ക്വസ്റ്റ്യൻസ് ഏത് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ കൺഫേം ആയിട്ടും ഓരോ മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കൊക്കെ ഞാൻ പറയും, അത് മാർക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് നോട്ട് ചെയ്ത് വെച്ചിരുന്നിട്ട് ആ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ കൺഫേം ആയിട്ടും നമുക്കൊരു മാർക്ക് കിട്ടും. ഓക്കെ, നല്ലൊരു മാർക്ക് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ എല്ലാ കുട്ടികളും മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, സപ്പോർട്ട് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്.